ആഗോളതലത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വീകാര്യതയും പ്രായോഗികതയും സാർവകാലികതയും ക്രിയാത്മകവും സൃഷ്ടിപരവും കാര്യക്ഷമവുമായി പരിചയപ്പെടുത്തുവാൻ കഴിവും യോഗ്യതയുമുള്ള പുതിയൊരു പണ്ഡിത വിഭാഗത്തെ തയ്യാറാക്കുക എന്ന മഹിതമായൊരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. 1986 ജൂൺ 25, 1406 ഷവ്വാൽ 17 മലപ്പുറം ജില്ലയിലെ ചെമ്മാട് അസ്ഥിവാരമിടപെട്ട ദാറുൽ ഹുദ 4 പതിറ്റാണ്ടുകളായി ഉമ്മത്തിന്റെ വിദ്യാഭ്യാസ സമുദ്ധാരണ ദഅ്വ പ്രവർത്തനങ്ങൾക്ക് കാലോചിതമായ രൂപഭാവരീതികൾ ആവിഷ്കരിച്ച് വിജയകരമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എം ബഷീർ മുസ്ലിയാർ, CH ഹൈദ്രോസ് മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, ചെമ്മൂക്കൻ കുഞ്ഞാപ്പു ഹാജി, KM സെയ്തലവി ഹാജി എന്നിവരാണ് ദാറുൽ ഹുദ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. നിലവിൽ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ചാൻസലറായും ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി വൈസ് ചാൻസലറായും സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. 30 സഹസ്ഥാപനങ്ങൾ, 6 ഓഫ് ക്യാമ്പസുകൾ, 10,000-ലധികം വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു മഹാപ്രസ്ഥാനമാണിന്ന് ദാറുൽ ഹുദ. കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ, സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമയുടെയും പാണക്കാട് സാദാത്തുക്കളുടെയും ഗുണകാംക്ഷികളായ ഉലമാ ഉമറാക്കളുടെയും തണലിലാണ് ദാറുൽ ഹുദ പ്രയാണം തുടരുന്നത്. ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയായി ജന്മം കൊണ്ട ഈ മഹൽ സ്ഥാപനം ഒരു വ്യവസ്ഥാപിത ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി അപ്ഗ്രേഡ് ചെയ്ത് 2009 മെയ് 10 കേരള മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം നടത്തി. The Federation of the Universities of the Islamic World, മൊറോക്കോ, ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് കൈറോ എന്നിവയിൽ അംഗത്വമുള്ള ദാറുൽ ഹുദ ഒട്ടേറെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി അക്കാഡമിക് സഹകരണത്തിന് ധാരണയായിട്ടുണ്ട്. കൂടാതെ ദാറുൽ ഹുദയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുമുണ്ട്. ആഗോള ഇസ്ലാമിക ദഅ്വ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യവും കാർമ്മികത്വവും വഹിക്കാൻ യോഗ്യരായ കരുത്തുറ്റ യുവ പണ്ഡിത നിരയെ വാർത്തെടുക്കാൻ രാജ്യാന്തര മികവുള്ള സിലബസും അധ്യാപന രീതിയുമാണ് ദാറുൽ ഹുദ തയ്യാറാക്കിയിട്ടുള്ളത്. സെക്കൻഡറി തലം മുതൽ PG തലം വരെയുള്ള ഒരു വ്യാഴവട്ട കാലത്തിലൂടെ കടന്നുപോകുന്ന വിദ്യാർത്ഥി ഖുർആൻ, ഹദീസ്, ഫിഖ്, അഖീദ, അനുബന്ധ വിജ്ഞാനീയങ്ങൾക്കൊപ്പം ഇംഗ്ലീഷ്, അറബി, ഉറുദു, ഹിന്ദി, പ്രാദേശിക ഭാഷകളിലും ആധുനിക ഭൗതിക വിഷയങ്ങളിലും പ്രാവീണ്യം നേടുന്നു. വിദ്യാർത്ഥികളുടെ സംവാദ, ചർച്ചാ, ഗവേഷണ ത്വരങ്ങളെ പരിപോഷിപ്പിക്കാൻ സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തപ്പെടുന്നു. ഡിഗ്രി തലത്തിൽ 5 കുല്ലിയകളിലായി 6 ഡിപ്പാർട്ട്മെന്റുകളും PG വിഭാഗത്തിൽ 10 ഡിപ്പാർട്ട്മെന്റുകളുമുണ്ട്. പ്രഭാഷണ, തുലിക മേഖലകളിൽ മികച്ച പരിശീലനങ്ങളും നടത്തപ്പെടുന്നു. 6 അക്കാദമിക ബ്ലോക്കുകൾ, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ആധുനിക നിലവാരത്തിൽ സജ്ജീകരിക്കപ്പെട്ട ഹോസ്റ്റൽ, ക്ലാസ് മുറികൾ, പ്രവിശാലമായ മസ്ജിദ് എന്നിവ ക്യാമ്പസിന്റെ ഭാഗമായുണ്ട്.
കാലങ്ങളായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറംതള്ളപ്പെട്ട് അസ്തിത്വ ആദർശ നിലനിൽപ്പ് ആശങ്കയിലായി ജീവിതം തള്ളിനീക്കുന്ന കേരളേതര വിദ്യാർത്ഥികൾക്ക് വേണ്ടി 1999 ഫെബ്രുവരിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് ആൻഡ് കണ്ടംപററി സ്റ്റഡീസ് നിക്സ് സ്ഥാപിക്കപ്പെട്ടു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ തീരത്തേക്ക് അഭയം തേടിയെത്തി. തീർന്നില്ല, ദാറുൽ ഹുദ ഒരു പടി കൂടി മുന്നോട്ടു പോയി. നാഷണൽ പ്രോജക്റ്റിന്റെ ഭാഗമായി 2009 ആന്ധ്രാപ്രദേശിലെ പുംഗനൂരിൽ പ്രഥമ ഓഫ് ക്യാമ്പസ് സെന്റർ നിലവിൽ വന്നു. മുസ്ലിം പിന്നാക്കാവസ്ഥയുടെ നേർചിത്രമായ വെസ്റ്റ് ബംഗാളിലെ ബീർഭൂം ജില്ലയിലെ ഭീംപൂരിലാണ് ബംഗാൾ ഓഫ് ക്യാമ്പസ് സെന്റർ 2012 മുതൽ തല ഉയർത്തി നിൽക്കുന്നത്. ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുമ്പോഴും സർവ്വമേഖലകളിലും നിരന്തരം വിവേചനങ്ങൾക്ക് പാത്രമാകുന്ന ആസാം മുസ്ലിങ്ങൾക്ക് ആശ്വാസമായി ബാർപേട്ട ജില്ലയിലെ ബൈഷയിൽ ആസാം ക്യാമ്പസ് 2014 മുതൽ പ്രവർത്തിച്ചു വരുന്നു. കർണാടകയിലെ ഹാവേരി ജില്ലയിലെ ഹാങ്കലിൽ 2016 കർണാടക ഓഫ് ക്യാമ്പസ് സെന്റർ യാഥാർത്ഥ്യമാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനടുത്ത് പനവൂർ പുല്ലാമലയിലാണ് ദാറുൽ ഹുദ തിരുവനന്തപുരം സെന്റർ 2022 മുതൽ പ്രവർത്തിച്ചു വരുന്നത്. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ ഭീവണ്ടിക്കടുത്ത് കുഡൂസ് വഡോളിയിൽ ദാറുൽ ഹുദയുടെ കേരളത്തിന് പുറത്തുള്ള 5ാമത് ഓഫ് ക്യാമ്പസ് 2023 മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാംസ്കാരിക അപജയത്തിലും സാമൂഹിക നിർജീവാവസ്ഥയിലും ജീവിതം ഹോമിക്കപ്പെട്ട് ഉയർന്ന സ്വപ്നങ്ങളും ഉന്നത കാഴ്ചപ്പാടുകളും വന്യമായ സങ്കല്പങ്ങളായി മാറിയ നോർത്ത് ഇന്ത്യൻ വനിതകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്താൻ സവിശേഷ ശ്രദ്ധ ദാറുൽ ഹുദ ചെലുത്തുകയുണ്ടായി. ഫലമായി ബംഗാളിലും ആസാമിലും ശരീഅത്ത് കോളേജുകളും പ്രീ സ്കൂളുകളും പിറവിയെടുത്തു. വനിതാ വിദ്യാഭ്യാസവും കൂടി ശരിയായ രൂപത്തിൽ മുന്നോട്ടു പോയാലേ വിദ്യാഭ്യാസ വിപ്ലവം പൂർണ്ണത പ്രാപിക്കൂ എന്ന തത്വം അടിവരയിടുന്നതായിരുന്നു പ്രസ്തുത കാൽവെപ്പ്. കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസ രംഗത്തെ ദാറുൽ ഹുദയുടെ അഭിമാന സ്ഥാപനമാണ് ഫാത്തിമ സഹറ ഇസ്ലാമിക് വനിതാ കോളേജ്.
മമ്പുറം മഖാമിനോട് ചേർന്ന് 2007 സ്ഥാപിക്കപ്പെട്ട ഹിഫ്ള് കോളേജിൽ നിന്ന് ഒട്ടേറെ ഹാഫിളുകൾ ഖുർആൻ മനപാഠമാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. 2012 തുടക്കം കുറിക്കപ്പെട്ട ദാറുൽ ഹുദയുടെ പൊതുവിദ്യാഭ്യാസ പദ്ധതിയാണ് സെന്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സിപെറ്റ്. മഹദിയ കോഴ്സ്. CMS ഓൺലൈൻ കോഴ്സ്, ഇമാം ഡിപ്ലോമ കോഴ്സ്, ഹാപ്പി ഫാമിലി, CCICP, തഹദീസ്, ഇജാബ, ട്രാൻസ്ലേഷൻ കോഴ്സുകൾ, തഹദീദ്, തർഹീബ്, തസ്വിയ ക്യാമ്പുകൾ എന്നിവ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി നടന്നുവരുന്നു. 1998 മുതൽ ദാറുൽ ഹുദയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാള വായനയുടെ നവ്യാനുഭൂതിയാണ് തെളിച്ചം മാസിക. ദാറുൽ ഹുദയിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ 3000-ൽ പരം ഹുദവികൾ ഇന്ത്യക്കകത്തും പുറത്തുമായി വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ദഅ്വാ മേഖലകളിൽ ഊർജ്ജസ്വലതയോടെ നിറഞ്ഞു നിൽക്കുന്നു. ഹുദവികളുടെ കൂട്ടായ്മയായ ഹാദിയ വിവിധ പ്രവർത്തനങ്ങളാൽ സജീവമാണ്. 15 സംസ്ഥാനങ്ങളിലായി 2000-ലധികം മതപാഠശാലകൾ ഹാദിയയ്ക്ക് കീഴിലായി നടന്നുവരുന്നു. പാണക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ സോഷ്യൽ എക്സലൻസ് CSE ആണ് ഹാദിയയുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നത്. അഭ്യുദയകാംക്ഷികളുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളുമാണ് ദാറുൽ ഹുദയുടെ ചലനങ്ങളുടെ കൈമുതൽ. വൈജ്ഞാനിക വിസ്ഫോടനവും നിരന്തരമായ ദഅ്വാ പ്രവർത്തനങ്ങളും സമൂഹത്തിന്റെ ചടുലമായ മുന്നേറ്റത്തിന് അനിവാര്യമാണ്. മത ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളായുണ്ട്. അവയുടെ സാക്ഷാത്കാരത്തിനായുള്ള അക്ഷീണ പ്രയാണത്തിലാണ് ദാറുൽ ഹുദ.